പ്രായമായതിന്റെ ഒരു ക്ഷീണവും മുഖത്തില്ല. പപ്പായ്ക്ക് എന്താ സുഖ ജീവിതല്ലേ? ഈ സെമിനാർ ഇവിടെ വെക്കാൻ തോന്നിയതാ ഭാഗ്യായത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പഞ്ചാബി തന്ത ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? രൺബീർ സിംഗ് കൺവിൻസ്ഡ് ആയ പോസ്റ്റിംഗ് ഉറപ്പാ. ഹീസ് ഓൾമോസ്റ്റ് എ വൺ മാൻ സെലക്ഷൻ കമ്മിറ്റി. പോസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എന്തിനാ മമ്മിക്ക് ഇത്ര ഭയം? മമ്മിയുടെ ക്രെഡൻഷ്യൽസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ പാനലില്? അതല്ല, നിന്റെ പപ്പ മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ച് അയാളെ ബോറടിപ്പിക്കാതിരുന്നാ മതി. ആ, അയാൾ വന്നു തോന്നുന്നേ. യു ഗോ റിസീവ് ഹിം. ഞാൻ പപ്പയും കൊണ്ടുവരാം. How was your stay? Stay was nice. Hello, Margaret. ഹലോ പ്രൊഫസർ. മൈ ഹസ്ബൻഡ്. Ranbir Singh Khairon. അറിയാലോ, മമ്മൂട്ടിയാണ്. ഡാനിയൽ തോംസൺ. We came here for a seminar, you know. I know. Professor, I hope you like the arrangements at the seminar. Of course. പ്രൊഫസർ, ദിസ് ഇസ് രഞ്ജി തോമസ്. He runs the hospital now. Where is Dr. Thomas now? He went back where he came from. You mean? He's dead. That's why I'm here. See you, Professor. Well, I must be off, Margaret. Hope for a speedy recovery, Mr. Danny. Thank you, Professor. Professor, your ticket is with the hotel reception. Thanks, Margaret. I'll collect it from them. ഈ പരിപാടി ശരിയാകുകയല്ല. എന്നെ കൊണ്ട് വയ്യ. ആശുപത്രി കിടക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ഇത് പറ്റുകയല്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിവിടെ എന്താണ് കാര്യം? ആളുകൾക്ക് മനസ്സിലാകുകയല്ലേ? ഇവര് വെളിയിൽ നിന്ന് വരുന്നവരല്ലേ ഡാനി. They are not coming to verify. ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കണത് കൊണ്ട് മാഗിക്ക് എന്താണ് കാര്യം? കാര്യമുണ്ട് ഡാനി. കാര്യമില്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യിക്കോ? There is a sympathy factor. ആ കിഴവനൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അയാൾ വിചാരിച്ചെന്റെ പോസ്റ്റിംഗ് ഉറപ്പാ. മാർഗരറ്റെ, എനിക്കൊരു 100 രൂപ വേണം. എന്തിന്? എനിക്കിവിടെ ഇച്ചിരി കടമുണ്ട്. ആർക്ക്? അതിവിടെ മാധവിക്ക് കൊടുക്കാനാ. ആ നേഴ്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചോ? അത് പിന്നെ ഒരു സ്മാൾ അടിക്കാൻ വേണ്ടി. ഈ കള്ളുകൂടി ഒഴിവാക്കാൻ ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെയും കള്ളു കുടിച്ച് നടക്കന്നെ. വല്ലപ്പോഴേ ഉള്ളു. ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നൊക്കെ കടം വാങ്ങണത് എന്തൊരു നാണക്കേടാണെന്ന് അറിയോ? ഇത് 100 രൂപ. 200. പപ്പാ, I am off. നിന്റെ ഭാര്യ എവിടെടാ? അവക്ക് നല്ല സുഖമില്ല. I know. അവക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. വിട് പപ്പ. വിട്ട് എപ്പളേ വിട്ട്. See you, പപ്പ. Bye.
Hey old man, क्या हाल है? गुड, वेरी गुड. अरे हिंदी में बात करे यार. हिंदी अभी तक सीखा नहीं? थोड़ा थोड़ा. Speak in Hindi man. നിങ്ങ ഒരു വലിയ റിലീഫാണ് കേട്ടാ. अरे നിങ്ങളുടെ അപ്പനുണ്ടായിരുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. छोड़ो यार. ഒരു തുള്ളി കുടിക്കാൻ സമ്മതിക്കലെന്നേ. പിന്നെ ഹബീസ് യുവർ വൈഫ്? ഓ, അവക്ക് ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. അവൾക്ക് ആരെയും പിടിക്കല. അതങ്ങനൊരു ജന്മം. അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുങ്ങളും ഇല്ല. അവക്ക് അവളെ തന്നെയാ പിടിക്കാത്തത്. ഇത് ഡാനി. മുഴുവൻ പേര് ഡാനിയൽ തോംസൺ. 1930 മാർച്ച് 12 ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുവാൻ ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം കേരളത്തിൽ ഒരു കടലോര ഗ്രാമത്തിൽ ഡാനി ജനിച്ചു. ആശുപത്രിയിലായിരുന്നു ജനനം. 1932 സെപ്റ്റംബർ 21 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഡാനിയുടെ അമ്മ അർബുദം മൂലം മരിച്ചു. 1934 സെപ്റ്റംബർ 13 തൃത്താലയിൽ MRB ഉമാദേവി അന്തർജനത്തെ വേളി കഴിച്ചുകൊണ്ട് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ ദിവസം ഡാനിയുടെ അപ്പൻ തലയിൽ തേങ്ങ വീണ് മരിച്ചു. 1947 ജൂലൈ 25 തിരുവനന്തപുരത്ത് ദിവാൻ സാർ CPA KCS മണി വെട്ടിയ ദിവസം ഡാനിയുടെ ചേട്ടൻ സന്ധ്യാവ് കടലിൽ മുങ്ങിച്ചത്തു. അന്ന് പഴയ ദില്ലിയിൽ ദാരിയാഗഞ്ചിലെ നെഹർവാലി ഹവേലിയിൽ അനാരോഗ്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു പർവേസ് മുഷാരഫ്. 1956 നവംബർ 1 കേരളം പിറന്നപ്പോൾ ഡാനിയുടെ വീട് കത്തി നശിച്ചതിനെ തുടർന്ന് അയാളുടെ ചേച്ചി ലിസമ്മ വെന്തു മരിച്ചു. ഒരുപാട് മരണങ്ങൾക്കിടയിലൂടെ വളർന്നു വന്ന ഡാനി അങ്ങനെ ഒരു ചരമഗായകനായി. Auntie crying, Uncle dying. കടപ്പുറത്തെ മുതലാളിയും ദാതയുമായ ഐസക് തോമസ് മേട്ടുകാരന്റെ മൃതദേഹത്തിനു മുന്നിൽ ഡാനി ഗിത്താർ മീട്ടി പാടുമ്പോൾ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയായിരുന്നു. People watching. ഏറെയും ഡാനി പാടിയത് സ്വന്തം രചനകളാണ്. Uncle dying, Auntie crying, Sister weeping. പാട്ട് കൊള്ളാം കേട്ടാ. എന്റെ പൊന്നച്ചോ 5 രൂപേ. എടാ ഞങ്ങ പള്ളിക്കാരുടെ കൂടെ നൊവേനക്ക് ഒരു രാത്രി മുഴുക്ക കൊട്ടിയിട്ട് കിട്ടിയത് 2 ഉലുവയാണ്. നമ്മടെ ഗ്വാസട കെട്ടിയാള് വിരാണി ഇന്നാണാ നാളെയാണെന്ന് പറഞ്ഞ് കിടക്കാണ്. 2 രൂപ കിട്ടും. കുശാലായില്ലേ? Auntie dying, Uncle crying, people watching. Auntie dying, ഡാനിയുടെ ചരമഗീതങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും ഒരേപോലെ സ്വീകരിക്കപ്പെട്ടില്ല. Uncle crying. ഒന്ന് പോടാപ്പാ.
വായിച്ചാകാൻ പറയടാ, വിവരം വേണ്ടേ? നീ ഇതെന്തോ അർത്ഥം കൊണ്ട് നിൽക്കണേണ്? എടാ, നിന്റെ കാര്യം ഞാൻ ആ സൈമൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പള്ളിപ്പാട്ടുകാരുടെ കൂടെ കയറി കിട്ടിയ നമുക്കതൊരു സ്ഥിര വരുമാനമായി. അതറിയാവോ നിനക്ക്? എടാ ഡാനി, നിനക്കെന്താ ഗിത്താറിനോട് ഇത്ര വിരോധം? ഒരു വിരോധമില്ല അച്ചോ. നീ അത് വിട്. നിനക്ക് ഗിത്താർ ശരിയാവില്ല. ഞാൻ നിനക്ക് അതിനു പകരം ഈ സാക്സോഫോൺ തരാം. നീ ഇത് വായിച്ചു പഠിക്ക. നിന്റെ ശബ്ദം നല്ലതാ. നീ അത് ഈ സാക്സോഫോണിലൂടെ പ്രകടിപ്പിക്കണം. നിന്റെ വായ്പാട്ടിനി വേണ്ട. ഫാദർ സൈമണ് ചെറിയ തോതിൽ നാടകത്തിന്റെ അസ്കിതയുണ്ട്. എനിക്ക് നമ്മുടെ പള്ളിയിൽ ഒരു അസൽ സംഗീത ട്രൂപ്പ് ഉണ്ടാക്കണം. മറ്റിടവകയെന്ന് വരെ നമുക്ക് ക്ഷണം ഉണ്ടാവണം. ഞാനത് ചെയ്യും. വെറുതെയല്ല യൂറോപ്പിൽ പോയി സംഗീതം പഠിച്ചത്. A perfect orchestra with saxophone, guitar, violins. ഡാനിയുടെ ആദ്യ പ്രേമം. പ്രേമപരാജയം.